പിണറായി തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു ഇന്ന്. അൻവറിനെ തേച്ച് ഒട്ടിച്ചതാണോ അതോ തല്ലിയതാണോ തലോടിയതാണോ എന്ന് വ്യക്തമായി പറയാൻ കഴിയാത്ത അവസ്ഥ. ഏതായാലും അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവത്തോടു കൂടി തന്നെ സർക്കാർ പരിഗണിക്കും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അൻവറിൻ്റെ ഓരോ ആരോപണങ്ങൾക്കും കൃത്യമായ മറുപടിയാണ് ഇന്ന് പറഞ്ഞത്. ശരിക്കു പറഞ്ഞാൽ അൻവർ ഇടതുപക്ഷത്തിൻ്റെ ആളല്ല, വന്ന വഴി മറ്റൊന്നാണ്. അതുകൊണ്ടാണ് അൻവർ ഇങ്ങനെ എല്ലാം പുറത്ത് പാടി നടക്കുന്നത്. ആദ്യം പറയേണ്ടത് പാർട്ടി ഫോറങ്ങളിലോ മുഖ്യമന്ത്രിയോടോ ആയിരുന്നു പറയേണ്ടത്. മുഖ്യമന്ത്രി ഈ ആദ്യ പത്രസമ്മേളനം തന്നെ PV അൻവറിൻ്റെ ആദ്യ പത്രസമ്മേളനം പറഞ്ഞ് അപ്പോൾ തന്നെ ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ PV അൻവർ എന്ത് ചെയ്തു? മൊബൈല് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. എന്നിട്ട് PV അൻവറാണ് മുഖ്യമന്ത്രിയെ നാളെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ് വന്നതും കണ്ടതും. PV അൻവർ എഴുതി കൊടുത്ത പരാതിയുണ്ട്, ആ പരാതിയെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. ഇനി മുഖ്യമന്ത്രി പറഞ്ഞ മറ്റു ചില കാര്യങ്ങളിലേക്ക്. ആദ്യം MR അജിത് കുമാറിൻ്റെ കാര്യം തന്നെ എടുക്കാം. MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം തറപ്പിച്ചു പറഞ്ഞു, അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം കഴിഞ്ഞ് റിപ്പോർട്ട് കിട്ടി, അതിൽ കുറ്റമെന്തെങ്കിലും തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടി, ഒരു മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതാണ് അൻവറിൻ്റെ ഗൗരവമുള്ള പരാതി എന്ന് പറഞ്ഞു. ഇങ്ങനെ അന്വേഷണം നടക്കുകയാണ്. വിജിലൻസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്, DGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ഒക്ടോബർ 2-നാണ് DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം പൂർത്തിയാകുന്ന സമയം. 4-ാം തീയതി മുതൽ നിയമസഭ തുടങ്ങുകയും ചെയ്യും. ഉറപ്പാണ് അതിൽ കുറ്റമെന്തെങ്കിലും തെളിയുമെങ്കിൽ MR അജിത് കുമാറിൻ്റെ തൊപ്പി തെറിക്കും. മറ്റൊരു ആരോപണം, MR അജിത് കുമാറിനെ പൂരം കലക്കാൻ CPM നിയോഗിച്ചു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി നിയോഗിച്ചു, RSS നേതാക്കളെ കണ്ടുവരാൻ മുഖ്യമന്ത്രി പറഞ്ഞതിനെ തുടർന്നാണ് പോയത് എന്നൊക്കെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അത് പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ആ ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് വെങ്ങാനൂർ ബാലകൃഷ്ണൻ എഴുതിയ ജയറാം പടിക്കലിൻ്റെ ആത്മകഥയെ അല്ലെ ജീവചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ജയറാം പടിക്കൽ എന്ന IPS ഉദ്യോഗസ്ഥൻ DGP ആകുമെന്ന് ഉറപ്പിച്ച്, UDFന് ഭരണം കിട്ടിയാൽ താൻ DGP ആകും എന്ന് ഉറപ്പിച്ച് K കരുണാകരന് ഒപ്പം നിന്ന് കോലീബി ബാന്ധവത്തിന്, അതായത് കോൺഗ്രസ് ലീഗ് BJP ബാന്ധവത്തിന് ചുക്കാൻ പിടിച്ചു എന്ന് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞു, ഇടതുപക്ഷത്തിൻ്റെ ലൈനല്ല ഒരു ഉദ്യോഗസ്ഥനെയും പറഞ്ഞ് ആരുടെയെങ്കിലും തിണ്ണ നിരങ്ങാൻ പറഞ്ഞു വിടുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതുകൊണ്ട് MR അജിത് കുമാർ RSS നേതാക്കളെ ക്രമവിരുദ്ധമായി, അതായത് കൃത്യനിർവഹണത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടാണ് കണ്ടതെങ്കിൽ അതിനും നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞു. ആരെയും സംരക്ഷിക്കില്ല. SP സുജിത് കുമാറിൻ്റെ കാര്യം പറഞ്ഞു. SP-യെ സസ്പെൻഡ് ചെയ്തത് SP-യുടെ സംഭാഷണ ശകലം പുറത്തു വന്നതുകൊണ്ടാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയാൻ പാടില്ലാത്ത തരത്തിൽ SP സംസാരിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് എന്ന് പറയുന്നു. ശരിയാണ്. എന്നിട്ട് അൻവറിന് അവിടെയും ഒരു കൊട്ടു കൊടുത്തു മുഖ്യമന്ത്രി. ഈ സുജിത്തിൻ്റെ മൊബൈല് ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ച PV അൻവറിന് മുഖ്യമന്ത്രി ശക്തമായൊരു കൊട്ടാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ഏതെങ്കിലും പൊതുപ്രവർത്തകൻ ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. ഏതെങ്കിലും പൊതുപ്രവർത്തകൻ ഇങ്ങനെ ഫോൺ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കാൻ നടക്കുമോ? അപ്പോൾ മുഖ്യമന്ത്രിയിലും ഈ പാർട്ടി സെറ്റപ്പിലും ഈ മന്ത്രിസഭയിലും ഒന്നും ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കൂടി കൊണ്ട് വിജയിച്ചു വന്ന PV അൻവറിന് വിശ്വാസമില്ല. അതുകൊണ്ടാണ് PV അൻവർ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് എന്ന് പറയാതെ പറഞ്ഞു മുഖ്യമന്ത്രി. സ്വർണ്ണക്കടത്തിൻ്റെ കാര്യം, സ്വർണ്ണക്കടത്താണല്ലോ ഏറ്റവും എടുത്ത് PV അൻവർ പറഞ്ഞു നടന്നത്. മലപ്പുറത്ത് സ്വർണ്ണവേട്ട കൂടുന്നു, പിടിക്കുന്ന സ്വർണത്തിൻ്റെ അത്രയും സ്വർണം അവിടെ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് മുഖ്യമന്ത്രി ആ സ്വർണത്തിൻ്റെ റിപ്പോർട്ട് തന്നെ വായിക്കുകയാണ് ചെയ്തത്. റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്, പിടിച്ചെടുക്കുന്ന സ്വർണം 1500 ഗ്രാം ഉണ്ടെങ്കിൽ അതിനെ വേർതിരിച്ചെടുത്ത് കോടതിയിൽ ബന്ദോബസ്തിലെടുക്കുമ്പോൾ അതിന് 9750 ഗ്രാമൊക്കെ തൂക്കം വരാറുള്ളൂ. കാരണം സ്വർണം പല രൂപത്തിലാണ് ഇവർ കൊണ്ടുവരുന്നത്. തുണിയിലൊട്ടിച്ചും അതുപോലെ ശരീരഭാഗങ്ങളിൽ ഒളിപ്പിച്ചുമൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഇത് ആദ്യം തൂക്കി നോക്കുമ്പോൾ വെയിറ്റ് കൂടുതലായിരിക്കും. അതിനുശേഷം ഈ ബന്ദോബസ്തിലെടുക്കുമ്പോൾ ഈ പറഞ്ഞ കക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിൽക്കുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ തൂക്കം കുറയും എന്ന് മുഖ്യമന്ത്രി ആ റിപ്പോർട്ട് ഉദ്ധരിച്ചു പറഞ്ഞു. എന്നിട്ട് ഒരു മാധ്യമത്തെ കടന്നാക്രമിക്കുകയും ചെയ്തു. ഒരു സ്വർണ്ണക്കള്ളക്കടത്തുകാരനെ പിടിച്ചിരുത്തിയിട്ട് അയാളുടെ വാക്കുകൾ പുറത്തുവിട്ട് ഈ ക്രിമിനലുകളെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളുടെ നീക്കത്തെയും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആക്രമിച്ചു. സ്വർണ്ണക്കടത്തിൽ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി സ്വർണ്ണക്കടത്ത്, ഹവാല പണം, അതുപോലെ കള്ളക്കടത്ത്, മയക്കുമരുന്ന് മാഫിയ, ഇവരെ ഒന്നും അവർ ചെയ്യുന്നത് നാടിനോടാണ് ദ്രോഹം ചെയ്യുന്നത്. അതുകൊണ്ട് അവരെ കർക്കശമായി തടയാൻ, അവരെ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്ലാതെ പോലീസിനെ കൊണ്ട് സ്വർണം പിടിക്കേണ്ട, പോലീസ് സ്വർണം പിടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കേസുകൾ കൂടുന്നത് എന്ന തരത്തിൽ വർത്തമാനം പറയുന്നത്
ചിലതാണ് സ്വർണ്ണക്കള്ളക്കടത്തുകാരെയും ഹവാലക്കാരെയും ഒക്കെ രക്ഷപ്പെടുത്താനാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുമ്പോൾ അൻവറിൻ്റെ തലമണ്ടക്കിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അൻവർ ആണ് പറഞ്ഞത്. അൻവറിന് സ്വർണ്ണക്കടത്ത് ഉണ്ട് എന്നൊരു പേരുദോഷവും ഉണ്ട്. ആഫ്രിക്കയിൽ നിന്ന് സ്വർണം കൊണ്ടുവരാൻ പോലീസ് സമ്മതിക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ അൻവർ ഉന്നയിക്കുന്നതെന്നും ഒരു ആരോപണമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തലക്കിട്ടടിച്ചു എന്ന്. മറ്റൊരു ആരോപണം, എം.ആർ. അജിത് കുമാർ മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ സ്ഥാപനത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയിട്ടാണ് അതിൻ്റെ ഓണറെ, അതിൻ്റെ എഡിറ്ററെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് പി.വി. അൻവർ ആരോപിച്ചു. അതിന് പിണറായി പറഞ്ഞത് മറുനാടൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, അത് പിണറായി വിജയനാണ്. അങ്ങനെയുള്ള ഒരാളെ, ഒരു ശത്രുവിനെ സഹായിക്കാൻ എൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ പറഞ്ഞു വിടുമോ? ആ റിപ്പോർട്ടും വാങ്ങി വായിച്ചു പഠിച്ചു നോക്കി. അതിനകത്തും വസ്തുതകൾ, നിയമപരമായുള്ള എല്ലാ അന്വേഷണവും നടന്നിട്ടുണ്ട്, അറസ്റ്റ് മാത്രം നടന്നില്ല എന്നേ ഉള്ളൂ, അതിൻ്റെ സാധ്യതകൾ ഉണ്ടായിരുന്നില്ല എന്ന റിപ്പോർട്ടിൽ പറയുന്നുവെന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ അറിയിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് പി.വി. അൻവർ അന്ന് 5 മിനിറ്റ് കണ്ടുപോയത് പോലെയല്ല, ഇന്ന് പി.വി. അൻവറിനെ വലിച്ചു കീറി തേച്ചൊട്ടിച്ച് പഞ്ചറാക്കി വിട്ടിട്ടുണ്ട് പിണറായി വിജയൻ. അതും കൃത്യം മറുപടികളിലൂടെ. ഏതായാലും പി.വി. അൻവർ ഇനിയിപ്പോൾ തലപൊക്കി എണീക്കും, തിരിച്ചെന്തെങ്കിലും പറയും. ചിലപ്പോൾ ഈ ഇടതുപക്ഷ പാർലമെന്ററി പാർട്ടി നേതാവൊക്കെയാണ് പി.വി. അൻവർ. അതൊക്കെ എങ്ങനെ തെറിച്ചു പോകുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും പിണറായി വിജയൻ ഇന്നത്തെ വാർത്താ സമ്മേളനം പി.വി. അൻവറിൻ്റെ കടക്കൽ കത്തിവെക്കുന്നത് തന്നെയായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.